പച്ചയോളം വരില്ലെങ്കിലും ലേസ് ഫ്ലേവറുകളിൽ ആരാധകർ ഏറെയുള്ള ഒരു ഫ്ലേവറാണ് ക്ലാസിക് സോൾട്ടും. മസാല അധികമില്ലാത്ത ഉപ്പിന്റെ ഫ്ലേവർ ഏറിയ ഈ ലേസ് കുറച്ച് മൈൽഡ് ഫ്ലേവർ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ ഫേവറേറ്റ് ആണ്. ഇങ്ങനെ മഞ്ഞ ലേസ് തേടി പോകുന്നവരുടെ കൂട്ടത്തിലാണ് നിങ്ങളെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യുഎസിൽ ക്ലാസിക് പൊട്ടാറ്റോ ചിപ്സിന്റെ ലിമിറ്റഡ് ബാച്ച് ലേസ് നേരത്തെ തിരിച്ചു വിളിച്ചിരുന്നു. ഇവയിൽ പാലിന്റെ സാന്നിധ്യമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ഈ ലേസിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ പാൽ ഉൾപ്പെട്ടിരുന്നില്ല. പാൽ അലർജി ഉള്ളവരിൽ ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ട് ബാച്ച് തിരിച്ചു വിളിക്കുകയായിരുന്നു എന്നാണ് ലേസിന്റെ പേരന്റ് കമ്പനിയായ ഫ്രിട്ടോ ലേ അറിയിച്ചിരുന്നത്. 13 ഔൺസിന്റെ 6000 പാക്കറ്റുകളാണ് തിരിച്ചു വിളിച്ചത്. ഇത് തന്നെ ഒറിഗോൺ, വാഷിംഗ്ടൺ എന്നീ 2 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് സംഭവിച്ചതെന്നും ലേസിന്റെ മറ്റ് ഫ്ലേവറുകളിലോ ബാച്ചുകളിലോ പ്രശ്നമില്ലെന്നും കമ്പനി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ബാച്ച് തിരിച്ചു വിളിച്ചതിന് പിന്നാലെ US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഈ ബാച്ച് ലേസിനെ ക്ലാസ് 1 റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ആരോഗ്യത്തിന് എത്രത്തോളം ഹാനികരമാണെന്ന കണക്കിൽ ക്ലാസ് 1, 2, 3 എന്നിങ്ങനെ കാറ്റഗറികളുണ്ട്. ഇതിൽ ക്ലാസ് 1 ആണ് ഏറ്റവും കൂടിയത്. ഈ കാറ്റഗറിയിലുള്ള ഭക്ഷ്യവസ്തുക്കളുമായുള്ള സമ്പർക്കം പോലും ഗുരുതര പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചേക്കാം. ചിലപ്പോൾ മരണം പോലും സംഭവിച്ചുകൂടായികയില്ല. ഒറിഗോണിൽ ക്ലാസിക് ലേസ് വാങ്ങിയ ഒരു കസ്റ്റമറാണ് ചിപ്സിൽ പാലിന്റെ സാന്നിധ്യം കണ്ടെത്തി അധികൃതരെ അറിയിച്ചത്. 2024 ഡിസംബറിലായിരുന്നു ഇത്. തുടർന്നാണ് ലേസ് ആ ബാച്ച് ചിപ്സുകൾ പിൻവലിക്കുന്നത്. ഈ നടപടി FDA നോട്ടീസ് പ്രകാരമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ ജനുവരിയിൽ FDA ഈ ബാച്ചിന്റെ റിസ്ക് കാറ്റഗറി ഉയർത്തി. ഇതിന് പിന്നാലെ ഇപ്പോൾ ഭക്ഷ്യവസ്തുക്കളിൽ സ്വതവേയുള്ള പരിശോധന US-ൽ ശക്തമാക്കിയിട്ടുമുണ്ട്. നവംബർ മുതൽ പ്രസ്തുത ബാച്ചിൽപ്പെട്ട ലേസ് റീറ്റെയിൽ വിപണിയിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ബാച്ച് തിരിച്ചു വിളിച്ചതിന് പിന്നാലെ ലേസ് പാക്കറ്റിലെ കോഡും ഡേറ്റും എല്ലാം പരിശോധിച്ച് ചിപ്സ് തിരിച്ചു വിളിച്ച ബാച്ചിൽ പെട്ടതാണോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ജനങ്ങൾക്ക് അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം തിരിച്ചു വിളിച്ച ബാച്ചിൽപ്പെട്ട ലേസ് കഴിച്ചവരിൽ നിന്ന് ഇതുവരെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നാണ് കമ്പനി പറയുന്നത്. നടപടി കൊണ്ട് വിപണിയിൽ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. FDA നടത്തിയ പരിശോധനയിൽ ചില ഭക്ഷ്യവസ്തുക്കളിൽ അലർജി ഉണ്ടാക്കുന്ന ചേരുവകൾ ഡിസംബർ ആദ്യം തന്നെ കണ്ടെത്തിയിരുന്നു. ഗ്രനോല ബാറുകളിലും പാൻകേക്ക് മിക്സിലും ചില സോസുകളിലുമെല്ലാം ഈ അലർജൻസിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് വലിയ വിവാദമാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഫ്രിട്ടോ ലേ മഞ്ഞ ലേസ് ചിപ്സുകൾ തിരിച്ചു വിളിച്ചത്. നേരത്തെ നവംബറിൽ മുട്ടയിൽ കൃത്രിമത്വം കാട്ടിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് കിർക്ക്ലാൻഡ് എന്ന ബ്രാൻഡിന് FDA നോട്ടീസ് നൽകിയിരുന്നു. തുടർന്ന് 24 മുട്ടകൾ വീതം വരുന്ന 10,800 പാക്കേജുകളാണ് വിപണിയിൽ നിന്ന് തിരിച്ചു വിളിച്ചത്.